ഒരാളൊരു ഇഷ്ടപ്പെട്ട് ഡയറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും? ഡയറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്. അതെ അതെ അതെ, അങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഭയങ്കര പേടി ഭയപ്പാടാണ്. ഡയറ്റ് ചെയ്ത് മടുത്തവരാ പലരും. 2 വർഷം ആയി, അതായത് ഞങ്ങളുടെ ഏകദേശം 45 ബാച്ചിലുള്ള ബാംഗ്ലൂരുകാരിയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ എനിക്കൊരു മെസ്സേജ് ഇട്ടതാണ്, ഞാൻ കേൾപ്പിച്ചു തരാവേ. വായോ, ഡയറ്റ് എന്താണ് അല്ലെ എങ്ങനെയുള്ളതാണ്? ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് സരീഷ. ആക്ച്വലി ഞാൻ ഒരു 2024 23 അങ്ങനെല്ലാം എടുത്തായിരുന്നു, ലൈക്ക് എന്താ പറയാ യോർ നട്ട്സ്. പക്ഷെ എനിക്ക് അപ്പോൾ ഇറഗുലർ ആയിരുന്നു. ഇതെടുത്ത് ഒരു മാസം നമ്മൾക്ക് റെഗുലർ ആയി പീരിയഡ് തന്നെ ഞാനൊന്നും അറിയുന്നില്ല എന്താണ്. അപ്പം വിചാരിച്ചാൽ ഇതെടുത്തുകൊണ്ട് തന്നെ, ബിക്കോസ് ഓൾമോസ്റ്റ് എല്ലാ റെഗുലർ എടുക്ക കുടിക്കുന്ന ഒന്നും വന്നില്ല. പക്ഷേ ഈ സീഡ് കുടിക്കുമ്പോൾ ഒരു ചേഞ്ചസ് അങ്ങനെ. പിന്നെ ഞാൻ പിന്നെ അത് ഗ്യാപ്പ് അടിച്ചു. പിന്നെ അറിയാലോ കുറെ ഇങ്ങനെ ലൈഫിന്റെ അത് ഇത് കൊണ്ട് എങ്ങനെയാ മടുത്തു എന്തോ അങ്ങനെ മറന്നതായിരുന്നു. പിന്നെ എനിക്ക് അതിലേക്ക് തന്നെ ഒരു ആയിട്ടാണ് ലാസ്റ്റ് വീക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിനെ കൂടെ ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റും എടുക്കുന്ന ഒരു എന്താ പറയുക എഗ്ഗിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും ഉണ്ട്. പക്ഷെ എന്നാലും നിങ്ങളുടെ ഈ മിക്സ് എനിക്ക് മേ ബി ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഓർഡർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര എനർജിയിൽ ഒരു നല്ലൊരു ഫീല്. പിന്നെ അത് കുടിക്കുമ്പോൾ വൈറ്റ് നല്ലൊരു ഫീലാണ്. എന്തോ പറയാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു നല്ലൊരു ഫീലാണ് മാത്രം. ബിക്കോസ് ഐ ഹാവ് ദ കോൺഫിഡൻറ്റ്. രാവിലെ എണിച്ച് കുടിക്കുമ്പോൾ എൻ്റെ ബോഡിക്ക് ന്യൂട്രിയൻ പോയിട്ടുണ്ട്. വിത്ത് ദാറ്റ് ഞാൻ രാവിലെ എഗ്ഗും പിന്നെ ഫൈബർ വേണ്ടിയിട്ട് ഒരു പേരിട്ട് തിന്നും. പിന്നെ ഉച്ചയാകുമ്പോഴത്തെ കുറച്ച് ചോറ്, പിന്നെ കുറച്ച് അങ്ങനത്തെ അത്രമാത്രം. നൈറ്റും അത്ര ഒരു ലൈറ്റ്, അങ്ങനെയാണ് ഡയറ്റ്. അറിയാം നിങ്ങളെ ഓൾമോസ്റ്റ് ഞാൻ ഉണ്ടായി. പക്ഷെ ഞാൻ ഇന്ന് രാവിലെ ഇപ്പോൾ കുറച്ച് അപ്പോൾ പറയുന്നത് എന്താ, ഇപ്പൊ പുള്ളിക്കാരി ഇതിന്റെ ഇറഗുലർ പീരീഡ്സും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ സ്മൂത്തി എടുക്കുന്ന ആ ടൈമിൽ 1 മന്ത് കൊണ്ട് തന്നെ അതിന് ചേഞ്ചസ് വന്നു. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നിങ്ങനെ സെർച്ച് ചെയ്ത് അപ്പം നമ്മുടെ ആ ഒരു ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന നട്ട്സുകളുടെയും സീഡുകളുടെയും നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഡയറ്റ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ കൊടുക്കുന്ന ഒരു ചേഞ്ചസ് കൊണ്ടാണ് മാഷാ അല്ലാഹ് ഇങ്ങനെ ഒരു വ്യത്യാസം വരുന്നതെന്നുള്ള ആ ഒരു സന്തോഷമാണ്. 2024, അതായത് നമ്മൾ ആ തുടങ്ങിയ സമയത്ത് നമ്മുടെ ബാച്ചിൽ 45 എന്ന് പറയുമ്പോഴത്തേക്കും മാഷാ അല്ലാഹ് 2 വർഷത്തോളമായി. നേരിട്ട് റിവ്യൂവിന് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പം പുള്ളിക്കാരി ട്രീറ്റ്മെൻറ്റും കൂടെ എടുത്ത്, അപ്പം അതിനോടൊപ്പം നമ്മുടെ നാത്തൂൻസ് ഡയറ്റ് സ്മൂത്തി കൂടെ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു പ്രതീക്ഷയുണ്ട്, പ്രഗ്നൻസിക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൂടി എടുക്കുകയാണ്. അപ്പം നമ്മുടെ ഡയറ്റും കൂടെ ചെയ്താൽ അതിൽ വ്യത്യാസം വരുമെന്ന് ഇൻഷാ അല്ലാഹ് പ്രതീക്ഷയുണ്ട് എന്നാണ് ആ വാക്കുകളിൽ പറയുന്നത്. അപ്പം ഇത്രത്തോളം ആകാംക്ഷയിൽ, ഇത്രത്തോളം പ്രതീക്ഷയിൽ നമ്മുടെ കൂടെ കൂടുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ പുറകിൽ നിന്ന് നല്ല ആറ്റം കുത്തുന്നവരുണ്ട് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. നമ്മളൊന്നും ആർക്കും ഒരു മോശമായിട്ടുള്ള ഇത് കൊടുക്കുന്നില്ല. നമ്മളെന്നും നല്ലതായിട്ട് നല്ലൊരു ഹെൽത്തി ഡയറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്തുകൊണ്ട് ഇത്രയും ദേഷ്യമല്ലേ, എന്തുകൊണ്ട് ഇത്രയും വൈരാഗ്യം എന്നറിയില്ല. അല്ല, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന്റെ ഒരു തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ചെയ്യാവുള്ളൂ. നല്ലത് മാത്രം പ്രതീക്ഷിക്കരുത്. അല്ല, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും ചില സമയങ്ങളിൽ നമ്മൾ മനുഷ്യരല്ലേ, അങ്ങനെ ഒരു മാനസികാവസ്ഥ നമുക്കും ചില സമയങ്ങളിൽ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. എന്തായാലും ഞങ്ങൾ നല്ലത് മാത്രമേ കൊടുക്കൂ. അത് കൂടെ നിൽക്കുന്നവർക്ക് അതുപോലെ അല്ലെ, ഒരുപാട് പേര് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്യുന്നവർക്കും നല്ല രീതിയിൽ ഇങ്ങനെയുള്ള മറുപടികളുമായിട്ട് അല്ലെ ഇങ്ങനെയുള്ള റിസൾട്ടുകളുമായിട്ടാണ് ഞങ്ങളിൽ നിന്നും പോകുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം നമ്മളോടൊപ്പം സ്ഥിരമായിട്ട് തന്നെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് നമ്മുടെ കൂടെ ചെയ്യാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അത് ഉറപ്പായ 100% നല്ല രീതിയിലുള്ള ഡയറ്റും അതുപോലുള്ള റിസൾട്ടും ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും.